Welcome to G3 Days. ഞാൻ ഈ മെനക്കെട്ട് ഒരുങ്ങി കിട്ടണ വേറെ ഒന്നിനുമല്ല, ഇന്ന് എൻ്റെ കോളേജിലെ ഓണപരിപാടിയാണ്. സാധാരണ 8:30 നിൽക്കണ ഞാൻ സാരി ഉടുപ്പിച്ച് തരാൻ ആരുമില്ലല്ലോ, സാരി ഉടുക്കാൻ അറിയില്ലല്ലോ എന്ന റീസൺ കൊണ്ട് മാത്രം 6:30 നീച്ചു. ക്യാൻ യു ബിലീവ് ദാറ്റ്? ഐ ക്യാൻ ബിലീവ് ദാറ്റ്. അങ്ങനെ നമ്മള് ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കഴിഞ്ഞ് സെറ്റായി. പുറത്ത് ദേശായി ഈസ്റ്റിലെ എല്ലാവരും ഫോട്ടോഷൂട്ട് നടക്കാണ്. നമുക്ക് ഗിറ്റാർ എടുക്കാൻ പോകണം. പരിപാടി ഉണ്ട് കോളേജിൽ, അപ്പം ഗിറ്റാറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഗിറ്റാർ എടുത്തു ഗൈസ്, ഇന്ന് നമ്മൾ പോവാണ് കോളേജിൽ. ഇത് എൻ്റെ ഫ്രണ്ടിന്റെ ഗിറ്റാറാണ്. മുന്നിൽ ഹോസ്റ്റലിൽ നിന്നുള്ള കുറെ മലയാളി മങ്കമാര് പോകുന്നുണ്ട്. കോളേജിന്റെ ഫ്രണ്ടിലെ പൂക്കച്ചവടക്കാരൻ്റെ അടുത്ത് നിന്ന് പൂവിന്റെ വില വെറുതെ ചോദിച്ച് നമ്മള് കോളേജിലെത്തി. എല്ലാവരും സെറ്റ് ഡ്രസ് കോഡൊക്കെ ഇട്ട് ഓണം വൈബ് ഓണായിന്. കയറി ചെല്ലിനോടത്ത് വാഴയും തോരണങ്ങളൊക്കെ ആയിട്ട് UC ഓണത്തിനെ വരവേൽക്കാൻ സെറ്റാണ്. എല്ലാവരും കോളേജിലെ വടംവലി പോലത്തെ പരിപാടി കാണാൻ ഓടുകയാണ്. ഗിറ്റാറ്, കൊട, ടവല്, അതിൻ്റെ ഇടയിൽ കൂടെ ഈ സ്റ്റെപ്പ് മൊത്തം ചളയാവാതെ ഈ സാരി പിടിച്ച് നടക്കണം. ഒരു തേങ്ങാക്കൊല ആൻഡ് വാഴക്കൊല കൊലയില്ല. ഇന്ന് UC എസ്തെറ്റിക്കലി അടിപൊളിയാണ്, വിഷ്വൽ ബ്യൂട്ടിയാണ്. കുറച്ചുകൂടി തോരണുണ്ടെങ്കിൽ ഒരു പൂരത്തിന് വന്ന ഒരു ഫീലൊക്കെ ഉണ്ടായേനെ. നമ്മൾ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോകുന്നത്. എല്ലായിടത്തും ഫോട്ടോഷൂട്ടാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബോട്ടണിയുടെ അതിഗംഭീരമായ പൂക്കളെ കാണാം. ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ ഒരു വളക്കാപ്പൊക്കെ കഴിയണ ഒരു പോലെ ഉണ്ട്. ദിസ് ഈസ് സൈനു. ഒരു ഉമ്മാന്റെ ഡാൻസ് കാണാൻ വന്നതാണ്. അങ്ങനെ പരിപാടി തുടങ്ങി. നന്ദു, ഐഷു ആണ് ആങ്കേഴ്സ്. ഓണത്തിനോട് 100% നീതി പുലർത്തി നമ്മുടെ കുര്യൻ ചേട്ടൻ. ഇതിലെല്ലാം ഉണ്ട് അല്ലേ കുര്യൻ ചേട്ടാ? ഇനി നെക്സ്റ്റ് പരിപാടിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്.
അങ്ങനെ ഞങ്ങൾ തിരുവാതിരയൊക്കെ കഴിഞ്ഞ് ഇതാ ഇത്രയും വിഭവങ്ങളാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത് സദ്യയിലുള്ളത്. അടുത്തത് ഫാഷൻ ഷോ. വിന്നേഴ്സിന് കൊടുക്കാനുള്ള മലയാളി മങ്ക, കേരള ശ്രീമാനൊക്കെ സെറ്റായി. സെറ്റല്ലേ? എനിക്ക് മലയാളി മങ്ക. ഹൈഫൈ. സദ്യ വിളമ്പാനുള്ള സീറ്റ് പിടിക്കാനുള്ള തിരക്കൊക്കെ തുടങ്ങി. ലാസ്റ്റ് ഇരുന്നുകൊണ്ട് നമുക്ക് ഫുഡ് ഫുള്ളായിട്ടൊന്നും തിന്നാൻ കഴിഞ്ഞില്ല. കുറേ സാധനങ്ങളൊക്കെ മിസ്സിങ് ആയിരുന്നു. ഏതായാലും അടപ്പായസം അടിപൊളിയായിരുന്നു. കേരള ശ്രീമാൻ മലയാളി മങ്ക അവാർഡ് ദാനമൊക്കെ കഴിഞ്ഞ് അടുത്തത് കൊളങ്കര തുടങ്ങി. ഇതിലെ വിന്നർ ശ്രീലക്ഷ്മി മിസ്സാണ്. ഇനി ചെണ്ടമേളം കാണാൻ പോണം. പരിപാടിൻ്റെ ഇടയിൽ നമ്മൾ വിചാരിക്കാത്ത ടൈമിലാണ് അടി ഉണ്ടാവുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ. ബായ്.